ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കല്യാണ സദ്യകൾക്ക് കിട്ടുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള രസം എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. രസം പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് റെസിപ്പി നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് 240 ഗ്രാമിൻ്റെ കപ്പാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പരിപ്പ് വേണമെങ്കിൽ നമുക്ക് കുതിർത്തിട്ടും വേവിച്ചെടുക്കാം, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്താലും മതി. ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ജീരകം, 3/4 ടീസ്പൂൺ കുരുമുളക്, ഞാനിവിടെ ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 7 എണ്ണം വരെ എടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുത്താലും മതി. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് നേരത്തെ ചതച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. തീ സിമ്മിലോട്ട് ഇടുക. ഇനി എണ്ണയിൽ കിടന്നിട്ട് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു മണം വരും. അപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി ആയതുകൊണ്ടാണ് 1 എടുത്തത്. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വരണം. തക്കാളിയുടെ കൂടെ നമുക്ക് 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ ഞങ്ങളുടെ അവിടെ തൊണ്ടമുളകാണ് ചേർക്കുന്നത്, അതിന് എരിവ് കുറവായിരിക്കും. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 പച്ചമുളകും കൂടി ഈ സമയത്ത് ചേർക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. ഈ പരിപ്പൊന്ന് തിളച്ചു വരണം. 1 ചെറിയ നെല്ലിക്കയുടെ പകുതി വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി. ചില കായപ്പൊടിക്ക് എത്ര ഇട്ടാലും ടേസ്റ്റ് കാണില്ല, അപ്പോൾ അത് അനുസരിച്ചിട്ട് അതിൻ്റെ അളവ് വ്യത്യാസം വരുത്താം. ഇനി ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 പിടി മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. 1 നുള്ള് ശർക്കര കൂടി ചേർക്കാം. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി രസം റെഡിയാണ്. അപ്പോൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് രസം കുടിക്കണം അല്ലേ? അപ്പോൾ ഈ രസം തന്നെ ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.